അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഓടിവായും നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ അടുക്കളയിലേക്ക്, നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം തുടങ്ങുന്നത്. പക്ഷേ അപ്പുറത്തെ അടുക്കളയിൽ പാത്രം നിറഞ്ഞു കിടക്കുകയാണ്, അതൊക്കെ കഴുകണം. ചെറിയ ആൾ രാവിലെ വന്ന് തപ്പുന്നതാണ്. ഫ്രിഡ്ജ് തുറന്ന് നോക്കുക, കബോർഡ് തുറന്ന് നോക്കുക. അത് കുഞ്ഞുങ്ങളുടെ ഒരു ശീലമാണ്. എപ്പോഴും എന്തെങ്കിലും ഉണ്ടോയെന്ന് എപ്പോഴും എന്തെങ്കിലും കരുതി വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വീട്ടിലുണ്ടാക്കുന്നതേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ മിറ്റവും വീടും ഒക്കെ നിങ്ങൾക്ക് പരിചയമാണ്. എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ വീടും എൻ്റെ ചെറിയ ചെറിയ മൊമെൻറ്റ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവരെന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. രാവിലെ മുട്ടയും പാലും വന്ന് ഇത് 2-3 ദിവസം കൂടെ, ആഴ്ച ഒരു 3 ദിവസമെങ്കിലുമൊക്കെ മുട്ട കൊടുക്കുള്ളൂ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നത് എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് ഡീഫ്രോസ്റ്റ് ചെയ്യുക. 2-3 ദിവസം കൂടുമ്പോൾ ഇത്രയും അകലത്തിൽ ഫ്രിഡ്ജ് വെക്കണം കേട്ടോ. അപ്പോൾ കറണ്ട് ബില്ല് അധികം ആവില്ല എന്നാണ് പറയുന്നത്. പിന്നെ 6 മണി തൊട്ട് 10 മണി വരെ എല്ലാവരും ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടണം. ആഴ്ച ഒരു ദിവസം വൃത്തിയാക്കിയേക്കണം കേട്ടോ. എല്ലാ തിരക്കുകൾക്കിടയിലും എല്ലാവർക്കും എല്ലാം പറ്റിയെന്ന് വരില്ല. കഴിയുന്ന രീതിയിൽ ചെയ്യുക. ഞാനും ഒരു മടിച്ചിയാണ്, എങ്കിലും ഇതൊക്കെ അങ്ങ് ചെയ്യും. കാരണം ചെയ്തല്ലേ പറ്റൂ, നമുക്ക് അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ. അവരെ സ്കൂളിൽ പോകുന്ന ആഹാരമൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചേക്കാണ്. പപ്പ എങ്ങോട്ടോ പോയി, ഇനി അവരെ കൊണ്ടുവിടാൻ വരണം. അടുത്ത് തന്നെയാണ് സ്കൂള്. ഇനിയിപ്പം ഒരാൾ 5ാം ക്ലാസ്സിലോട്ട് പോകുമ്പം കുറച്ച് ദൂരെ പോകേണ്ടി വരും. അപ്പോൾ ഫ്രിഡ്ജൊക്കെ എങ്ങനെയാണ്, അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, പച്ചക്കറി പാത്രത്തിലൊന്നുമേ ഉണ്ടാവില്ല. കാരണം ഇവിടെ ചെയ്യുമ്പോൾ വാഴക്കയൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മളതിന് മീൻ വാങ്ങിക്കുന്നുണ്ടല്ലോ, മീൻ കറിയും മീൻ വറുത്തവും മോരും ആവുമല്ലോ. അതൊക്കെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതല്ലേ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരെന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, പ്ലീസ് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് സ്നേഹം എല്ലാവരോടും, ഒരുപാട് നന്ദി. ഞാനും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പ്ലീസ്.